നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കൺസ്റ്റിറ്റ്വൻസ് ഓഫ് കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ പ്ലാന്റിൽ വരുന്ന റിമൈനിങ് സെഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഫീഡിംഗ് ഡിവൈസസും മിക്സിംഗ് ഡിവൈസസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം വരുന്ന ഫ്ലോക്കുലേറ്ററും സെഡിമെൻറ്റേഷൻ ടാങ്കുമാണ് ഈ ഒരു ക്ലാരി ഫ്ലോക്കുലേറ്ററിൽ വരുന്ന നെക്സ്റ്റ് 2 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ കൂടെ കമ്പൈൻഡ് കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്നൊരു ടോപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റ്സിൽ വരുന്ന ഡിസൈൻ ക്രൈറ്റീരിയാസും കൂടെ അഡീഷണലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫ്ലോക്കുലേറ്റർ എന്ന് പറയുന്ന 3rd യൂണിറ്റിനെ കുറിച്ച് നോക്കാം. മിക്സിംഗ് ഡിവൈസസിൽ നമ്മുടെ ട്രീറ്റ് ചെയ്യേണ്ട വെള്ളവും അതുപോലെ തന്നെ അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കൊയാഗുലൻറ്റും അതിൻ്റെ ഒരു മിക്സിംഗ് പ്രോസസ്സ് എൻഷുർ ചെയ്തു. പക്ഷേ നമുക്ക് ആ ഒരു മിക്സിങ്ങിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു മിക്സിങ് 100% കംപ്ലീറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ നമ്മുടെ ആ ഒരു മിക്സ്ചർ, അതായത് നമ്മുടെ ട്രീറ്റ് ചെയ്യാനുള്ള വെള്ളവും ആഡ് ചെയ്ത കെമിക്കൽസും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ്ചറിൻ്റെ പ്രോപ്പർട്ടി ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് ഫ്ലോക്ക് ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോക്ക് ഫോമേഷൻ നടക്കുന്ന ആ ഒരു യൂണിറ്റിനാണ് അല്ലെങ്കിൽ ആ ഒരു ടാങ്കിനാണ് നമ്മൾ ഫ്ലോക്കുലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു മിക്സിന് ഒരു സ്റ്റിറിങ് പ്രോസസ്സ് കൂടി കൊടുത്ത് ഫ്ലോക്ക് പാർട്ടിക്കിൾസിൻ്റെ ഫോമേഷനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫ്ലോക്ക് ചേംബറിൻ്റെ ഫിഗർ. ഒരു യൂഷ്വൽ റെക്റ്റാങ്കുലർ ടാങ്ക് തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് ഇൻലെറ്റ് കാണാം, മിക്സിംഗ് ബേസിൽ നിന്നും വരുന്ന ഇൻലെറ്റ് പോർഷനും അതിന് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് ടോപ്പിലായിട്ട് സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്കുള്ള ഔട്ട്ലെറ്റും കാണാം. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു റെക്റ്റാങ്കുലർ ടാങ്ക് സെക്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ നമുക്കവിടെ പാഡിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ഒരു ഹൊറിസോണ്ടൽ ഷാഫ്റ്റിൽ പാഡിൽ യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പാഡിൽ യൂണിറ്റിന് ടോപ്പിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെള്ളം, ആ വെള്ളം നമ്മൾ ഈ ഒരു പാഡിൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ മിക്സിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ വെള്ളം ഇൻലെറ്റിലൂടെ വരുന്നു. സോ ആ സമയത്ത് ഈ പാഡിൽസ് ഇലക്ട്രിക് മോട്ടോർ വെച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റായിട്ട് റൊട്ടേഷൻ സംഭവിക്കും. സോ ആ ഒരു വെള്ളത്തിന് സ്റ്റിറിങ് മോഷൻ കിട്ടുന്നതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ആ മിക്സ് ഒന്നുകൂടെ പ്രോപ്പർലി മിക്സിംഗ് നടക്കുകയും അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഫ്ലോക്ക് ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു ഫ്ലോക്കുലേറ്റർ എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണ്. സെഡിമെൻറ്റേഷൻ ടാങ്കിനെ കുറിച്ച് നമുക്ക് ഫർദർ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് നോക്കിയതാണ്. സോ സെയിം ഫങ്ഷൻ അല്ലെങ്കിൽ സെയിം ഡിസൈൻ ആണ് ഈ ഒരു യൂണിറ്റിലും, അതായത് കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വരുന്ന സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ഡിസൈനും പ്രോപ്പർട്ടീസും എല്ലാം നമ്മുടെ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വരുന്ന സെയിം കാര്യം തന്നെയാണ്. സോ അതിനൊരു അഡീഷണൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ക്ലാരി ഫ്ലോക്കുലേറ്റർ അല്ലെങ്കിൽ കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4 യൂണിറ്റ് ഉണ്ട്. ഫീഡിംഗ് ഡിവൈസ്, മിക്സിംഗ് ഡിവൈസ്, ഫ്ലോക്കുലേറ്റർ ആൻഡ് ലാസ്റ്റ് വൺ സെഡിമെൻറ്റേഷൻ ടാങ്ക്. ഫ്ലോക്കുലേറ്ററിൽ നിന്നും ഫോം ചെയ്യുന്ന ഫ്ലോക്സ് നമ്മുടെ ഈ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിലാണ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിനെ അറ്റാച്ച് ചെയ്ത് സ്ലഡ്ജ് ഫോം ചെയ്ത് നമ്മുടെ ടാങ്കിൻ്റെ ബോട്ടത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. സോ അതിന് യൂസ് ചെയ്യുന്ന സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വരുന്ന സെയിം ഡാറ്റാസ് തന്നെയാണ്. സോ ആ ഒരു ലെസൺ ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിസൈൻ ക്രൈറ്റീരിയാസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ നമ്മുടെ മിക്സിംഗ് ഡിവൈസസ്, അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോക്കുലേറ്റർ, സെഡിമെൻറ്റേഷൻ ടാങ്ക്, ഇതിനെല്ലാം സെർട്ടൻ ഡിസൈൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് ഡിസൈൻ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് ചില വാല്യൂസ്, എക്സാമ്പിളായിട്ട് ഡിറ്റൻഷൻ പീരിയഡ് അല്ലെങ്കിൽ സർഫസ് ലോഡിങ്, ഡെപ്ത്ത്, ഇതെല്ലാം അസ്യൂം ചെയ്യേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ സെഡിമെൻറ്റേഷൻ്റെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചില വാല്യൂസ് നമ്മുടെ ഡിസൈനിങ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രപ്പോസ്ഡ് മീഡിയം അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ ഈ ഒരു ക്ലാരി ഫ്ലോക്കുലേറ്ററിൽ വരുന്ന സെഷനിൽ വരുന്ന ഡിസൈൻ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, മിക്സിംഗ് ബേസിൻ വിത്ത് ബാഫിൾ വാൾ. ഇതിൽ വരുന്ന ഡിസൈൻ ക്രൈറ്റീരിയാസ് ആണ് എന്തൊക്കെയാണെന്നത് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദി ചാനൽ ബിറ്റ്വീൻ ദി ബാഫിൾസ് ഈസ് 0.15 to 0.45 മീറ്റർ പെർ സെക്കൻഡ്. ബാഫിൾ വാൾസിനിടയിലുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.15 to 0.45 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിറ്റൻഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 50 മിനിറ്റ്സിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാഫിൾസ്, നമ്മൾ ഇതിന് മുൻപിലത്തെ ലെസണിൽ ഈ ബാഫിൾ വാൾ സിസ്റ്റത്തിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സ് വൈ എന്ന് പറയുന്ന നൊട്ടേഷൻസൊക്കെ. സോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാഫിൾസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 45 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്ററിൽ കുറയാൻ പാടില്ല എക്സ് എന്ന് പറയുന്ന വാല്യൂ. നെക്സ്റ്റ് വൺ, വൈ എന്ന് പറയുന്ന വാല്യൂ ആണ്. അതായത് നമ്മുടെ ബാഫിളും ടാങ്ക് വാളും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ഡിസ്റ്റൻസിനെയാണ് വൈ എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്ന വാല്യൂ 1.5 ടൈംസ് എക്സ്, അതായത് 1.5 ടൈംസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാഫിൾസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1.5 ഇൻറ്റു 1 ആയിരിക്കും വൈ എന്ന് പറയുന്ന വാല്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മുടെ ചാനലിൻ്റെ ഫ്ലോർ സ്ലോപ്പ് എപ്പോഴും നമ്മുടെ ഔട്ട്ലെറ്റിന് ടുവാർഡ്സ് ആയിട്ടായിരിക്കണം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണെങ്കിലും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലെല്ലാം നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു ബോട്ടം സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് സ്ലഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഔട്ട്ലെറ്റ് ഡയറക്ഷന് ടുവാർഡ്സ് ആയിട്ടുള്ളൊരു സ്ലോപ്പ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ബാഫിൾസിൻ്റെ കേസിൽ ഡെപ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 മീറ്റർ. ഡെപ്ത് എന്ന് പറയുന്നത് 1 മീറ്ററിൽ കുറയാൻ പാടില്ല. ലാസ്റ്റ് വൺ, ദ വിഡ്ത്ത് ഓഫ് ഓവർ ആൻഡ് അണ്ടർ ബാഫിൾസ് ഈസ് ഒബ്ടൈൻഡ് ബൈ ഡിവൈഡിങ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഈച്ച് ചാനൽ ബൈ ദ സ്പേസിംഗ് ഓഫ് ബാഫിൾസ്. നമ്മുടെ ഓവർ ആൻഡ് അണ്ടർ ബാഫിൾസിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയയെ നമ്മുടെ ചാനലിൻ്റെ സ്പേസിംഗ് കൊണ്ട്, ബാഫിൾസിൻ്റെ സ്പേസിംഗ് എത്രയാണോ ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയും കൺസിഡറേഷൻസ് ആണ് ബേസിക്കലി വരുന്നത്. അതിലൊന്നുകൂടെ ഉണ്ട്, ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് കെപ്റ്റ് 2 to 3 ടൈംസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാഫിൾസ്. ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഫിൾസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ 2 to 3 ടൈംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ഫ്ലോ, ഇഫക്റ്റീവായിട്ട് ഫ്ലോ നടക്കുന്ന ഡെപ്തിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഏകദേശം 2 to 3 ടൈംസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാഫിൾസ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, മിക്സിംഗ് ബേസിൻ വിത്ത് മെക്കാനിക്കൽ ഡിവൈസ്. മെക്കാനിക്കൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ള മിക്സിംഗ് ബേസിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയാസ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇംപെല്ലർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ ഇംപെല്ലറിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 to 120 റവല്യൂഷൻസ് പെർ മിനിറ്റ്. 100 to 120 RPM ആണ് ഇംപെല്ലേഴ്സിൻ്റെ സ്പീഡ് കണക്കാക്കിയിട്ടുള്ളത്.
ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 to 2 minutes ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് പവർ റിക്വയർഡ് ഫോർ ഫ്ലാഷ് മിക്സിംഗ്, നമ്മുടെ കൊയാഗുലൻ്റ് ഫീഡിങ് ഡിവൈസസിൽ നിന്ന് വരുന്ന കൊയാഗുലൻ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 to 5 kilowatt per meter cube per minute ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഫ്ലോക്കുലേറ്റർ. അതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയാസ് ആണ്. ഫ്ലോക്കുലേറ്ററിലുള്ള പാഡൽ റൊട്ടേഷൻ ഏകദേശം 2 to 3 RPM സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 60 minutes ആണ്. നോർമലി ഒരു 30 minutes ആണ് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാഡിൽസ് ആൻഡ് വാൾ ഓർ ദ ഫ്ലോർ ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് 15 to 30 centimeter ആണ്. പാഡിൽസും അതുപോലെ തന്നെ നമ്മുടെ വാൾ അല്ലെങ്കിൽ ഫ്ലോറും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 50 to 30 centimeter സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണ്. നോർമലി സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 4 hours ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ സർഫസ് ലോഡിംഗ് അല്ലെങ്കിൽ ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 to 30 meter cube per day per meter square എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്പൈൻഡ് കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നൊരു യൂണിറ്റാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു 4 units നമ്മൾ ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്തു. അതിനെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടൊരു സിംഗിൾ യൂണിറ്റ് ആക്കിയിട്ട് വെക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു കമ്പൈൻഡ് കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡിസൈനിങ് പ്രോബ്ലംസ്. സോ ഫ്ലോക്കുലേഷൻ ടാങ്കും സെഡിമെൻറ്റേഷൻ ടാങ്കും കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിനാണ് കമ്പൈൻഡ് കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കമ്പൈൻഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കതിൽ ടോപ്പിലായിട്ടൊരു മിക്സിംഗ് ബേസിൻ അല്ലെങ്കിൽ ഇൻലെറ്റ് ചാനലും മിക്സിംഗ് ബേസിനും കാണാം. അതിന് നേരെ താഴെയായിട്ടൊരു ഫ്ലോക്ക് ചേംബർ കാണാം. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലേക്ക് സെറ്റിലിംഗ് ചേംബറും അതിൻ്റെ ബോട്ടത്തിൽ നമ്മൾ സ്ലഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നതും സ്ലഡ്ജ് ഔട്ട് പോകുന്ന ഡ്രെയിൻ വാൽവ് ഏരിയയും എല്ലാം ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ കമ്പൈൻഡ് കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ മെക്കാനിക്കൽ ഡിവൈസസ് ഒന്നും ഇല്ലാതെ ഒരു പ്ലെയിൻ ഫ്ലോക്ക് ചേംബർ നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്കിന് തൊട്ട് മുമ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഫ്ലോക്ക് ചേംബറിൻ്റെ കേസിൽ 15 to 40 minutesഉം സെറ്റിലിംഗ് ചേംബർ അഥവാ സെഡിമെൻറ്റേഷൻ ചേംബറിൻ്റെ കേസിൽ 2 to 4 hours സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ വലിയ ടാങ്കിലാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ മിക്സിംഗ് പ്രോസസ്സ് എല്ലാം ടോപ്പിൽ നിന്നും കഴിഞ്ഞ് ആ വെള്ളം നേരെ ഫ്ലോക്ക് ചേംബർ എന്ന് പറയുന്ന ഏരിയയിലേക്ക് എത്തും. സോ അവിടെ ആ ഒരു ഫർദർ ടൈം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഫ്ലോക്സ് ഫോമേഷൻ നടക്കും. അങ്ങനെ ഫോം ചെയ്യുന്ന ഫ്ലോക്സും കാര്യങ്ങളും അതിന് തൊട്ട് റൈറ്റ് ആയിട്ടുള്ള സെറ്റിലിംഗ് ചേംബറിലേക്ക് എത്തപ്പെടുകയും അവിടെ നിന്ന് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസുമായിട്ട് ഈ ഒരു ഫ്ലോക്സ് നമ്മുടെ ടാങ്കിൻ്റെ സെറ്റിലിംഗ് ചേംബറിൻ്റെ ബോട്ടത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ടാങ്കിന് കൊടുത്തിട്ടുള്ളത്. സോ ആ സ്ലഡ്ജിൻ്റെ സ്ലോപ്പിംഗ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ടുവാർഡ്സ് ദി ഔട്ട്ലെറ്റ് ആണ് അവിടെ സ്ലോപ്പിംഗ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ കമ്പൈൻഡ് കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോക്ക് ചേംബറിൻ്റെ കേസിൽ കൊടുക്കുന്ന ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലിംഗ് ചേംബറിന് കൊടുക്കുന്ന ഡെപ്തിനെക്കാട്ടും പകുതി ആയിരിക്കും. ഏകദേശം ഹാഫ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഡെപ്ത് ഡിസൈൻ ചെയ്യുന്നത്. അതായത് സെറ്റിലിംഗ് ചേംബർ 10 meter ആണെങ്കിൽ ഫ്ലോക്ക് ചേംബർ 5 meter എന്നുള്ളൊരു കോൺസെപ്റ്റ് നേരെ പകുതി ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 to 6 meter നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് നോർമലി ഒരു 6 month ഇൻ്റർവെൽസിലാണ് ക്ലീൻ ചെയ്യുന്നത്. സോ ഇത്രയും കേസാണ് കമ്പൈൻഡ് ടാങ്കിൻ്റെ കേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സോ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്വൻസ് ഓഫ് കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ പ്ലാന്റ് എന്ന് പറയുന്നതിലെ സെഷൻ. അതുപോലെ തന്നെ ഡിസൈൻ ക്രൈറ്റീരിയാസ് ആൻഡ് ലാസ്റ്റ് കമ്പൈൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലെസണും ഇതിന് തൊട്ട് മുൻപുള്ള ലെസണും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്.
ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഡിസൈൻ, അതായത് ഈ ഒരു യൂണിറ്റിൻ്റെ എൻറ്റയർ എക്സ്പ്ലനേഷൻ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.